ജ്ഞാനമെന്നുള്ളത് ദൈവം തരുന്നതാണ്. മനുഷ്യന്റെ ശരീരത്തിലുള്ള നാഡീഞരമ്പുകളിൽ ഒന്നിന് ഒരു കോട്ടം സംഭവിച്ചാൽ മതി മനുഷ്യന്റെ മസ്തിഷ്കം നിശ്ചലമായി തീരുവാൻ, അവന്റെ ശരീരങ്ങളുടെ ഭാഗങ്ങൾ ഓരോന്നും ക്ഷയിച്ചു പോകുവാൻ ഒരു ചെറിയ ഞരമ്പിനൊരു കോട്ടം തട്ടിയാൽ മതി. എന്നാൽ ഇന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായമാണ്. 31 അധ്യായങ്ങളുള്ള സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന മുഖവുരയാണ് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. 31 അധ്യായങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ മാസത്തിലും ഓരോ ദിവസത്തെ തീയതി അനുസരിച്ച് 1 മുതൽ 30 വരെയോ 1 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ ഓരോ ദിവസം ഓരോ അധ്യായം വെച്ച് വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമേറിയ ഒരു കാര്യമാണ്. കാരണം ഇത് ജ്ഞാനവചനങ്ങളാണ്. 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് ശലോമോൻ പറയുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായിട്ട് കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിപ്പിൻ, അപ്പോൾ അവന് ലഭിക്കും. ദൈവമാണ് ജ്ഞാനം നൽകുന്നത്. എങ്ങനെയാണത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് മനസ്സിലാക്കി തരാം. എവിടെ നിന്നാണ് ജ്ഞാനം ഉടലെടുക്കുന്നത്? ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, നിനക്ക് ചോറ് തരുന്നത് ആരാണ്? അവൻ പറഞ്ഞു, അമ്മയാണ്. ഞാൻ ഏറ്റവും പുറകിലിരുന്ന വ്യക്തിയോട് ചോദിച്ചു, താങ്കൾക്ക് ചോറ് തരുന്നത് ആരാണ്? അദ്ദേഹം പറഞ്ഞു, ദൈവമാണ്. അപ്പം ഞാൻ അതിശയത്തോടു കൂടെ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവം എങ്ങനെയാ ഈ ആഹാരം തരുന്നത്? എന്നിട്ട് ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, നിനക്ക് നിന്റെ അമ്മയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്, ചോറ് ലഭിക്കുന്നത്? അവൻ പറഞ്ഞു, അത് എൻ്റെ പിതാവ് കടയിൽ നിന്ന് വാങ്ങി, അരിയായിട്ട് വാങ്ങി ഭവനത്തിൽ കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ അമ്മ അത് പാചകം ചെയ്ത് എനിക്ക് തരും. ഞാൻ വീണ്ടും ചോദിച്ചു, നിന്റെ പിതാവിന് ഈ അരി എവിടെ നിന്നാണ് കിട്ടുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് അത് അധ്വാനിച്ച് കാശുണ്ടാക്കി അങ്ങനെയാണ് വാങ്ങിച്ചു കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു, പിതാവിന് അധ്വാനിക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യം? അവൻ പറഞ്ഞു, അധ്വാനിക്കുവാൻ തീർച്ചയായിട്ടും ആരോഗ്യം ആവശ്യമാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, ആരോഗ്യം മാത്രം മതിയോ അധ്വാനിക്കുവാൻ? അവൻ വീണ്ടും ചിന്തിച്ചിട്ട് പറഞ്ഞു, ജ്ഞാനവും കൂടെ വേണമെന്ന്. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ഈ ജ്ഞാനവും ഈ അധ്വാനിക്കുവാനുള്ള ആരോഗ്യവും തരുന്നത് ആരാണ് എന്നവനോട് ചോദിക്കുവാനായിട്ടിടയായി. അവൻ പറഞ്ഞു, ദൈവമാണ് തരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അവന് ചോറ് തരുന്നത് അമ്മയാണെന്നും, പുറകിലിരുന്ന പ്രായമായൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ ചോറ് തരുന്നത് ദൈവമാണെന്നും പറഞ്ഞ ആ വാക്കുകളുടെ അന്തരം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് ചിന്തിക്കുകയാണ്. സകലത്തിൻ്റെ ഉറവിടം ദൈവമാണ്. മനുഷ്യൻ ചരിക്കണമെങ്കിൽ, അവൻ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ആവശ്യമാണെന്ന് ഈ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ജ്ഞാനമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് തന്നെ ഈ ജ്ഞാനം വേണമോ? ഞാൻ പറഞ്ഞല്ലോ, സകലത്തിൻ്റെ ഉറവിടം ദൈവമാണ്. ആ ദൈവമാണ് ജ്ഞാനത്തെയും കൊടുക്കുന്നത്. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു വളരെ ചിന്തനീയമായിട്ടൊരു കാര്യമുണ്ട്. ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും. ഞാൻ പറഞ്ഞല്ലോ, 1-ാം അധ്യായം എന്ന് പറയുന്നത് ഈ 31 അധ്യായങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അതിലെ പ്രാരംഭ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഈ 1-ാമത്തെ അധ്യായത്തിൻ്റെയും മാത്രമല്ല 31 അധ്യായങ്ങളുടെയും മുഖവരയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കാരണം ഇത് ജ്ഞാനോപദേശമാണ്. ജ്ഞാനി കേട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും. സാധാരണയായിട്ട് ജ്ഞാനം ആർക്കാ ആവശ്യമുള്ളത്? ഒന്നുകിൽ അറിവില്ലാത്തവന്, ജ്ഞാനമില്ലാത്തവനാണ് ജ്ഞാനത്തെക്കുറിച്ചുള്ള ആവശ്യമുള്ളത്. എന്നാൽ ജ്ഞാനം സമ്പാദിക്കുവാൻ ആഗ്രഹമുള്ളവനെ നോക്കി ഈ ശലോമോൻ ജ്ഞാനി പറയുകയാണ്, ജ്ഞാനി എന്ന് പറയുന്നത് കേട്ടിട്ട്
വിദ്യാഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ചിന്തയുള്ളവനാണ് ജ്ഞാനി. ബുദ്ധിമാൻ എന്ന് പറയുന്നത് വീണ്ടും സതുപദേശം സമ്പാദിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് ജ്ഞാനമുണ്ട്, എനിക്കൊന്നും ഉപദേശങ്ങളോ ഒന്നും കേൾക്കുവാനായിട്ട് ആവശ്യമില്ല എന്ന് പറയുന്നവനല്ല യഥാർത്ഥ ജ്ഞാനി. വീണ്ടും വീണ്ടും എനിക്ക് പ്രാപിക്കണം, എനിക്ക് കേൾക്കണം, എനിക്ക് വീണ്ടും അറിവ് നേടണം എന്ന് വളരെ ആഗ്രഹിക്കുന്നവനെ കുറിച്ചാണ് ഇവിടെ ജ്ഞാനി എന്ന് ശലോമോൻ വ്യക്തമാക്കുന്നത്. യാക്കോബ് 1:5 നമ്മൾ വായിച്ചത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവൻ ദൈവത്തോട് അപേക്ഷിക്കട്ടെ. കുറവുള്ളവൻ ദൈവത്തോട് അപേക്ഷിച്ചു, ജ്ഞാനം പ്രാപിക്കുന്നു. ജ്ഞാനമുള്ളവൻ വീണ്ടും എനിക്ക് ജ്ഞാനം ലഭിക്കണം എന്നാഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. ഈ 31 അധ്യായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ വായിക്കണം. ഇനി അജ്ഞാനിയായിട്ടുള്ള മനുഷ്യനുണ്ടെങ്കിൽ അവനും വായിക്കണം. പക്ഷേ എനിക്ക് ജ്ഞാനമുണ്ട്, എനിക്കറിവുണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവൻ ഈ തിരുവചനത്തില് പല ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അവന്റെ പരിണിത ഫലമെന്ന് പറയുന്നത് അവന്റെ നാശമായിരിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, താങ്കൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ താങ്കൾ വീണ്ടും ജ്ഞാനവചനങ്ങൾ കേൾക്കുവാൻ തയ്യാറാകണം. താങ്കൾക്ക് ജ്ഞാനമുള്ളത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് മനസ്സിലാക്കണം. താങ്കൾക്ക് ജ്ഞാനമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നുകൂടെ കൊടുക്കുവാനായിട്ട് ഉതകേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 33 വാക്യങ്ങളിലും 1-ാം അധ്യായത്തിലെ 33 വാക്യങ്ങളിലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഉപദേശങ്ങളും അപ്പൻ്റെയും അമ്മയുടെ ഉപദേശങ്ങളും വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിക്കുന്നവനാണ് ജ്ഞാനി. അല്ലാതെ ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്ക് മറ്റുള്ളവരുടെ ഉപദേശം ആവശ്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവനല്ല ജ്ഞാനി. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ, ഈ ജ്ഞാനം എന്നുള്ളത് ദൈവം തരുന്നതാണ്. മനുഷ്യന്റെ ശരീരത്തിലുള്ള നാഡീഞരമ്പുകളിൽ ഒന്നിന് ഒരു കോട്ടം സംഭവിച്ചാൽ മതി മനുഷ്യന്റെ മസ്തിഷ്കം നിശ്ചലമായി തീരുവാൻ. അവന്റെ ശരീരങ്ങളുടെ ഭാഗങ്ങൾ ഓരോന്നും ക്ഷയിച്ചു പോകുവാൻ ഒരു ചെറിയ ഞരമ്പിനൊരു കോട്ടം തട്ടിയാൽ മതി. എന്നാൽ ഇന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് താങ്കളെ ഭക്തിയിലേക്ക് നയിക്കുന്നതാണ് ഈ ജ്ഞാനമെന്ന് പറയുന്നത്. അത് എപ്രകാരമുള്ള ജ്ഞാനമാണ്? യഹോവ ഭക്തിയാൽ ലഭിക്കുന്ന ജ്ഞാനമാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുവെന്ന് 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ദൈവത്തോട് ചോദിച്ച് നമ്മുടെ ജ്ഞാനങ്ങളിൽ വീണ്ടും ജ്ഞാനം സമ്പാദിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.